നമസ്കാരം. കുവൈറ്റ് ജനത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മരുഭൂമിയിലെ കൊടുംചൂടിനെയും കഠിനമായ വളർച്ചയും അതിജീവിച്ച് വിരിയുന്ന ഒരു പുഷ്പമുണ്ട്, അർഫജ്, കുവൈറ്റിൻ്റെ ദേശീയ പുഷ്പം. എന്നാൽ ഇന്ന് അർഫജ് വെറുമൊരു പുഷ്പമല്ല, മറിച്ച് ഒരു മാസത്തിലേറെയായി തുടരുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്കിടയിൽ പതറാതെ നിൽക്കുന്ന കുവൈറ്റ് ജനതയുടെ പോരാട്ട വീര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അടയാളമാണ്. സോഷ്യൽ മീഡിയയിൽ പടരുന്ന ഈ മഞ്ഞപ്പൂക്കൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് കുവൈറ്റിൻ്റെ അതിജീവനത്തിൻ്റെ കഥയാണ്. കഠിനമായ മണൽപ്പരപ്പിൽ തുള്ളി വെള്ളത്തിന് ദാഹിക്കുമ്പോഴും മണ്ണിൽ ആഴ്ന്നിറങ്ങിയ വേരുകളുമായി തലയുയർത്തി നിൽക്കുന്ന അർഫജ്, കുവൈറ്റിൻ്റെ വടക്കൻ മരുഭൂമികളിലെ ഈ ചെറു സസ്യം ഇന്ന് ഓരോ സ്വദേശിയുടെയും അഭിമാനമാണ്. ആകാശം മിസൈലുകൾ കൊണ്ട് ചുവക്കുമ്പോൾ ഭൂമിയിൽ മഞ്ഞപ്പൂക്കൾ വിരിയിച്ച് അർഫജ് കുവൈറ്റുകൾക്ക് പകർന്നു നൽകുന്നത് അതിജീവനത്തിൻ്റെ പാഠങ്ങളാണ്. മാതൃരാജ്യത്തോടുള്ള കൂറ് പ്രഖ്യാപിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഇന്ന് അർഫജ് പൂക്കളുടെ ചിത്രങ്ങൾ തരംഗമാവുകയാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നതിലും അധിനിവേശ ശക്തികൾക്ക് മുന്നിൽ പതറാതെ നിൽക്കുന്നതിലും കുവൈറ്റുകൾ കാട്ടുന്ന ദൃഢനിശ്ചയത്തിൻ്റെ പ്രതീകമാണിത്. ഏതൊരു അധിനിവേശ ശ്രമത്തിനും പ്രകോപനങ്ങൾക്കും മുന്നിൽ തങ്ങൾ കീഴടങ്ങില്ലെന്ന് കുവൈറ്റ് ജനതയുടെ ഉറച്ച നിലപാടാണ് ഈ ഡിജിറ്റൽ ക്യാമ്പയിനിലൂടെ ലോകം കാണുന്നത്. ഓരോ കുവൈറ്റിയും ഇന്ന് ഈ അർഫജ് പുഷ്പം പോലെയാണ്. ഇരുണ്ട സാഹചര്യങ്ങളിൽ പോലും ഒത്തൊരുമയോടെ നിൽക്കുന്ന ജനത. വരൾച്ചയെ പ്രതിരോധിക്കാൻ പ്രകൃതി അർഫജിന് നൽകിയ കട്ടിയുള്ള ഇലകൾ പോലെ രാജ്യത്തിന് നേരെയുള്ള വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ കുവൈറ്റ് ജനത തീർത്തത് മനുഷ്യ കവചമാണ്. വംശനാശ ഭീഷണി നേരിടുമ്പോഴും പ്രകൃതി സ്നേഹികൾ ഈ ചെടിയെ സംരക്ഷിക്കുന്നത് വരും തലമുറയ്ക്ക് കരുത്തിൻ്റെ ഈ കഥകൾ പകർന്നു നൽകാനാണ്. വടക്കൻ കുവൈറ്റിലെയും അറേബ്യൻ ഉപദ്വീപിലെയും മരുഭൂമികളിൽ കാണുന്ന 20 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണിത്. വരൾച്ചയെ പ്രതിരോധിക്കുവാനുള്ള ശേഷിയും ഇതിനുണ്ട്. ഇതിൻ്റെ കട്ടിയുള്ള ഇലകൾ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. 1.5 മീറ്ററിലധികം ഉയരത്തിലും 2 മീറ്റർ വീതിയിലും പടർന്നു നിൽക്കുന്ന അർഫജ് ചെടികൾ കുവൈറ്റിലെ മരുഭൂമിയിലെ മനോഹരമായ കാഴ്ചയാണ്. എൺപതുകളുടെ അവസാനം വംശനാശത്തിൻ്റെ വക്കിലെത്തിയ ഈ ചെടിയെ വിത്തുകൾ പാകിയും മണ്ണ് സംരക്ഷിച്ചും വീണ്ടെടുത്ത അർഫജ് പൂക്കളുടെ സംരക്ഷണ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ചളികലർന്ന മണ്ണിലല്ല, മറിച്ച് ശുദ്ധമായ മണൽപ്പരപ്പിലാണ് അർഫജ് പൂക്കൾ തഴച്ച് വളരുന്നത്. വേനൽക്കാലത്ത് ഉണങ്ങിക്കരിഞ്ഞ പോലെ തോന്നുമെങ്കിലും തണുപ്പ് കാലത്തോടെ ഇത് വീണ്ടും പച്ചപിടിക്കുകയും മനോഹരമായ മഞ്ഞപ്പൂക്കൾ വിരിയുകയും ചെയ്യുന്നു. കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള അർഫജിൻ്റെ കഴിവ് തന്നെയാണ് അതിനെ കുവൈറ്റിൻ്റെ ദേശീയ പ്രതീകമായി മാറ്റിയത്. പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കുന്ന കുവൈറ്റിൻ്റെ ആത്മാവാണ് ഈ പൂവിലൂടെ പ്രതിഫലിക്കുന്നത്. അതെ, അർഫജ് ഒരു വികാരമാണ്. മരുഭൂമിയിലെ പ്രതിസന്ധികളെ തോൽപ്പിച്ച് വിരിയുന്ന ആ മഞ്ഞപ്പൂക്കൾ കുവൈറ്റിൻ്റെ പൈതൃകവും ഒത്തൊരുമയും ലോകത്തിനു മുന്നിൽ വിളിച്ചോതുന്നു. ഈ പോരാട്ട വീര്യം കുവൈറ്റിൻ്റെ മണ്ണിലും ജനമനസ്സിലും എന്നും വിരിഞ്ഞു നിൽക്കും. മണൽപ്പരപ്പിലെ വെല്ലുവിളികളെ അതിജീവിച്ച് അർഫജ് പൂക്കൾ വിരിയുന്നത് പോലെ ഓരോ പ്രതിസന്ധിക്ക് ശേഷവും കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ചരിത്രമാണ് കുവൈറ്റിൻ്റേത്. ആകാശത്തു നിന്ന് കനൽ വർഷിക്കുമ്പോഴും മണ്ണിൽ പ്രതീക്ഷയുടെ മഞ്ഞപ്പൂക്കൾ വിരിയുന്നത് കുവൈറ്റിൻ്റെ തളരാത്ത ആത്മവീര്യത്തിൻ്റെ അടയാളമാണ്. ഈ പുഷ്പം വെറുമൊരു പ്രകൃതി വിസ്മയമല്ല, മറിച്ച് വരും തലമുറയ്ക്കുള്ള ഒരു വലിയ സന്ദേശമാണ്.
സാഹചര്യങ്ങൾ എത്ര കഠിനമായാലും സ്വന്തം വേരുകളിൽ ഉറച്ചു നിന്നാൽ വിജയം സുനിശ്ചിതമാണെന്ന വലിയ പാഠം. കുവൈറ്റിന് നേരെ ഉയരുന്ന ഭീഷണികൾക്കിടയിൽ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ജനങ്ങൾക്കിടയിലെ ഐക്യമാണെന്നത് വീണ്ടും തെളിയിക്കുന്നതാണ് അൽ ഖുറൈനിലെ രക്തസാക്ഷി മ്യൂസിയം. ശത്രുക്കൾ ലക്ഷ്യം വയ്ക്കുന്നത് സമൂഹത്തിലെ വിള്ളലുകളിലാണെന്നും എന്നാൽ ചരിത്രപ്രസിദ്ധമായ അൽ ഖുറൈൻ ഹൗസ് നൽകുന്ന പാഠം ഐക്യത്തിൻ്റെ വിജയമാണെന്നും കുവൈറ്റ് ഓർമ്മിപ്പിക്കുന്നു. യുദ്ധതന്ത്രങ്ങളിൽ ഒരു രാജ്യത്തെ തകർക്കുവാനുള്ള ആദ്യ വഴി അവിടുത്തെ സാമൂഹിക ഐക്യം തകർക്കുക എന്നതാണ്. വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള നീക്കങ്ങളെ കുവൈറ്റ് പരാജയപ്പെടുത്തുന്നു. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അൽ ഖുറൈൻ ഹൗസ്. 1991 അധിനിവേശകാലത്ത് സുന്നി ഷിയ ഭേദമന്യേ കുവൈറ്റുകൾ ഒരേ ലക്ഷ്യത്തിനായി രക്തം ചീന്തിയ ഇടമാണിത്. ഭൂതകാലത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു കെട്ടിടം മാത്രമല്ല ഖുറൈൻ ഹൗസ്, അത് കുവൈറ്റിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ്. വൈവിധ്യങ്ങൾക്കിടയിലും മാതൃരാജ്യത്തോടുള്ള സ്നേഹം ഒന്നാണെന്ന് ഇവിടം നമ്മെ പഠിപ്പിക്കുന്നു. പുതിയ തലമുറ ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കണമെന്നും വിദ്വേഷ പ്രചാരണങ്ങളിൽ വീണുപോകാതെ ജാഗ്രത പാലിക്കണമെന്നും മുതിർന്നവർ നിർദ്ദേശിക്കുന്നു. അധിനിവേശ ശക്തികളെ ഐക്യം കൊണ്ട് തോൽപ്പിച്ച ചരിത്രമാണ് കുവൈറ്റിനുള്ളത്. വരും കാലങ്ങളിലും കുവൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധം ഈ ഒത്തൊരുമ തന്നെയായിരിക്കും. തീവ്രവാദ ചിന്താഗതിക്കാർക്കോ വിദ്വേഷം വളർത്തുന്നവർക്കോ ഈ സമൂഹത്തിൽ സ്ഥാനമില്ല. രാജ്യം നേരിടുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയും സമാധാനത്തിനുമായി ഒന്നിച്ചു നിൽക്കാം എന്ന പ്രതിജ്ഞയാണ് കുവൈറ്റ് ജനത ഉയർത്തുന്നത്. കുവൈറ്റിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ഭവൻ സ്മാർട്ട് ഇന്ത്യൻ സ്കൂളിൽ ഈ അധ്യയന വർഷം മുതൽ CBSE പാഠ്യപദ്ധതി പുനരാരംഭിക്കുന്നു. ഈ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ ബാച്ചുകളിലേക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുമെന്ന് ഭവൻസ് മിഡിൽ ഈസ്റ്റ് ചെയർമാൻ NK രാമചന്ദ്ര മേനോൻ അറിയിച്ചു. ഭവൻസ് സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ restarting the CBSE curriculum from April onwards. We have a number of children in the school and we are expecting maybe more to come. And this school will be for all nationalities in Kuwait. We are taking without any exception, everybody coming to school we are taking. We had so many inquiries from non-Indians to get admission in Bhavan's IES school. So we thought, I don't want to mix the schools with IES is only for Indians, or we can say it is for Asian children. ഭവൻസിൻ്റെ തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ പ്രധാനമായും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ എല്ലാ രാജ്യക്കാർക്കുമായി തുറന്നു നൽകിയിരിക്കുകയാണ്. നിലവിൽ നിരവധി കുട്ടികൾ സ്കൂളിലുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവേശനമുണ്ടാകുമെന്നാണ് സ്കൂൾ അധികൃതരുടെ പ്രതീക്ഷ. അർപ്പണബോധമുള്ള അധ്യാപകരും മികച്ച നേതൃത്വവുമാണ് സ്കൂളിന്റെ കരുത്തെന്നും മാതാപിതാക്കൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ പിന്തുണയും സൗകര്യങ്ങളും ഇവിടെ നിന്നും ലഭ്യമാണെന്നും ചെയർമാൻ വ്യക്തമാക്കി. All nationalities who want Indian curriculum, we are providing all support what the parents are expecting from the school, and we have dedicated teachers and efficient leadership to run the school the way the parents' expectations, and I hope all the parents will enjoy schooling their children with us, and I'm sure we'll do the best. And we are expecting all the parents to join the school. കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനും അക്കാദമിക് മികവിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠന സാഹചര്യങ്ങളാണ് ഭവൻസ് ഒരുക്കുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങളാണ് ഭവൻസിലുള്ളതെന്ന് സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഭവിത ബ്രൈറ്റ് അറിയിച്ചു. ലോകോത്തര നിലവാരമുള്ള പഠന സൗകര്യങ്ങളാണ് എപ്പോഴും സ്മാർട്ട് ഇന്ത്യൻ സ്കൂളിൽ ഉള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതോടൊപ്പം തന്നെ കേംബ്രിഡ്ജ് വിഭാഗത്തിലേക്ക് വിവിധ രാജ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻസും രജിസ്ട്രേഷൻസും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ രീതികളിലും കരിക്കുലത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഭവൻ സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ. കുവൈറ്റിലെ വൈവിധ്യമാർന്ന പ്രവാസി സമൂഹത്തിന് ഒരു മേൽക്കൂരയ്ക്ക് താഴെ മികച്ച പാഠ്യപദ്ധതികൾ ലഭ്യമാകുന്നതോടെ വരും തലമുറയ്ക്ക് ലോകോത്തര നിലവാരത്തിലുള്ള പഠനാനുഭവം ഇവിടെ നിന്നും ഉറപ്പിക്കാം. പ്രവേശനത്തോടനുബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്കൂൾ ഓഫീസുമായി നേരിട്ടോ ഭവൻസ് കുവൈറ്റ് വെബ്സൈറ്റിലോ ബന്ധപ്പെടാവുന്നതാണ്.
മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ കുവൈറ്റിലെ ഇറച്ചി വിപണിയെയും ബാധിക്കുന്നു. ഗതാഗത ചെലവ് വർദ്ധിച്ചതോടെ വിദേശത്തു നിന്നുള്ള ഇറച്ചിയുടെ വിലയിൽ കാര്യമായ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ പ്രാദേശികമായി വളർത്തുന്ന കന്നുകാലികൾക്ക് ആവശ്യക്കാരേറുകയാണ്. കുവൈറ്റിലെ ഇറച്ചി വിപണി ഇപ്പോൾ ഒരു പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറക്കുമതി ചെയ്യുന്ന ആടുകളുടെയും മാടിന്റെയും വിലയിൽ വലിയ വർധനവാണ് ഉപഭോക്താക്കൾ നേരിടുന്നത്. സിറിയൻ ആടുകൾക്ക് 180 ദിനാറോളം വില ഉയർന്നിട്ടുണ്ട്. നിലവിൽ അസാധാരണ സാഹചര്യത്തിൽ ഷിപ്പിംഗ് ചെലവും ട്രക്കുകളുടെ വാടകയും വർദ്ധിച്ചതാണ് ഇതിന് പ്രധാന കാരണം. ഇറക്കുമതി കുറഞ്ഞതോടെ ഉപഭോക്താക്കൾ പ്രാദേശികമായി വളർത്തുന്ന കന്നുകാലികളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രാദേശിക ഉൽപ്പാദനം രാജ്യത്തിന് ഒരു പ്രതിരോധ നിരയായി പ്രവർത്തിക്കുന്നു. കുവൈറ്റിൽ തന്നെ വളർത്തുന്ന കന്നുകാലികൾക്ക് ഗുണനിലവാരവും ശുദ്ധിയും ഉറപ്പാണെന്നത് ഉപഭോക്താക്കളെ ആകർഷിക്കും. കുവൈറ്റിന്റെ കഠിനമായ കാലാവസ്ഥയും ജലലഭ്യതയുടെ കുറവും കാരണം വലിയ അളവിൽ പ്രാദേശികമായി ഉൽപ്പാദനം നടത്തുന്നത് വെല്ലുവിളിയാണ്. അതിനാൽ ഇറക്കുമതി ഇന്നും ഒരു അഭിവാജ്യ ഘടകമായി തുടരുന്നു. നിലവിൽ സൗദി അറേബ്യ വഴി കരമാർഗമാണ് പ്രധാനമായും ഇറച്ചി എത്തുന്നത്. ദമാം, ജിദ്ദ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ ദീർഘദൂര യാത്ര വിപണിയിൽ വിലയുയരാൻ കാരണമാകുന്നുണ്ട്. വിപണിയിലെ ഈ അവസ്ഥ മറികടക്കാൻ അമിതമായ വാങ്ങലുകൾ ഒഴിവാക്കണമെന്നും ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ ശേഖരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. പ്രാദേശിക ഉൽപ്പാദനം, ഇറക്കുമതി, നിലവിലുള്ള സ്റ്റോക്ക് എന്നീ 3 ഘടകങ്ങളെ ഏകോപിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. വിമാനമാർഗമുള്ള ഇറക്കുമതി നേരിട്ട് കുവൈറ്റിലേക്ക് പുനരാരംഭിക്കുന്നതോടെ വിപണിയിലെ വിലക്കയറ്റം കുറയുമെന്നാണ് വ്യാപാരികളുടെയും ഉപഭോക്താക്കളുടെയും പ്രതീക്ഷ. കുവൈറ്റ് മണലാരണ്യത്തിലെ ശാന്തമായ ഈ രാജ്യം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വല്ലാത്തൊരു ഭീതിയിലാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണം രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ ഞെട്ടിച്ചു. ആകാശത്ത് നമ്മുടെ പ്രതിരോധ സേന ശത്രുവിൻ്റെ മിസൈലുകളെ തകർത്തെറിയുമ്പോഴും താഴെ ഭൂമിയിൽ മറ്റൊരു വലിയൊരു അപകടം പതിയിരിപ്പുണ്ട്. മിസൈലുകളോ ഡ്രോണുകളോ ആകാശത്ത് വെച്ച് തകർക്കപ്പെടുമ്പോൾ അവ പൂർണ്ണമായും നശിക്കുന്നില്ല. ചിലപ്പോൾ അവയുടെ എൻജിൻ മാത്രമായിരിക്കും തകരുക. സ്ഫോടന വസ്തുക്കൾ നിറഞ്ഞ പ്രധാന ഭാഗം വഴിതെറ്റി ഭൂമിയിൽ പതിക്കാം. ഇതിനെയാണ് ഷ്രാപ്നൽ അല്ലെങ്കിൽ മിസൈൽ അവശിഷ്ട. ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ചത് കൊണ്ട് മാത്രം അത് അപകടകരമല്ല എന്ന് കരുതരുത്. പലപ്പോഴും മിസൈലുകൾ ഭൂമിയിൽ പതിച്ചതിന് ശേഷം മാത്രമാണ് പൊട്ടിത്തെറിക്കുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇത് കുട്ടികളുടെ കളിക്കോപ്പല്ല, മരണമാണ്. ശത്രുക്കൾ ഉപയോഗിക്കുന്ന ആധുനിക ഡ്രോണുകൾ കേവലം നിരീക്ഷണത്തിനുള്ളവയല്ല. അവയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹോളോ ചാർജ് പോലുള്ള മാരകമായ സ്ഫോടക വസ്തു സംവിധാനങ്ങളാണ്. ടാങ്കുകളെയും കവചിത വാഹനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ളവയാണിവ. ഇത്തരം ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഒരു ചെറിയ ജനവാസ മേഖലയിൽ പതിച്ചാൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഊഹിക്കാവുന്നതേയുള്ളൂ. അപകടങ്ങൾ ഒഴിവാക്കാൻ കുവൈറ്റ് സുരക്ഷാ സേന പൊതുജനങ്ങൾക്കായി കർശന നിയമങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംശയാസ്പദമായ രീതിയിൽ ലോഹഭാഗങ്ങളോ ഇലക്ട്രോണിക് സർക്യൂട്ടുകളോ അല്ലെങ്കിൽ അപരിചിതമായ വസ്തുക്കളോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പോകാനോ തൊടാനോ നീക്കാനോ ചെറിയ ജിജ്ഞാസ വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാം. ഇത്തരം വസ്തുക്കൾ കണ്ടാൽ ഉടൻ തന്നെ എമർജൻസി നമ്പറായ 112-ൽ വിളിച്ച് വിവരം അറിയിക്കുക. കൃത്യമായ സ്ഥലം അധികൃതരെ മിസൈൽ പതിച്ച സ്ഥലം കാണാനും സെൽഫി എടുക്കാനും തിരക്ക് കൂട്ടുന്നത് പ്രവാസികൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു ശീലമാണ്. ഇത് അതീവ അപകടകരമാണ്.
സ്ഫോടക വസ്തുക്കൾക്ക് സമീപമുള്ള മൊബൈൽ ഫോൺ തരംഗങ്ങൾ പോലും ചിലപ്പോൾ സ്ഫോടനത്തിന് കാരണമായേക്കാം. മനുഷ്യജീവന് അപകടമുണ്ടാകാത്ത രീതിയിൽ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കാൻ കുവൈറ്റ് സുരക്ഷാ സേന അത്യാധുനിക റിമോട്ട് കൺട്രോൾ റോബോട്ടുകളെയാണ് ഉപയോഗിക്കുന്നത്. കുവൈറ്റ് നേരിടുന്ന ഈ അസാധാരണ സാഹചര്യത്തിൽ ഓരോ പ്രവാസിയും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെ പോലെ പ്രവർത്തിക്കണം. നമ്മുടെ ജാഗ്രതയാണ് നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ജീവൻ രക്ഷിക്കുന്നത്. ആകാശത്തെ മഴവില്ലുകൾക്ക് താഴെ ഒളിഞ്ഞിരിക്കുന്ന ഈ മരണത്തെ തിരിച്ചറിയുക, ജാഗ്രത പാലിക്കുക. പ്രവാസി രക്ഷിതാക്കളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ മുദ്ര പതിപ്പിച്ച പേരാണ് ഭവൻസ്. കുവൈറ്റിലെ വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ മാതൃകകൾ തീർത്ത ഭവൻസ് ഗ്രൂപ്പ് തങ്ങളുടെ പ്രശസ്തമായ ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂൾ ശൃംഖലയിലൂടെ പുതിയൊരു അധ്യായം കുറിച്ചിരിക്കുകയാണ്. കുരുന്നുകളുടെ കളിച്ചിരികളും സ്വപ്നങ്ങളും വിരിയുന്ന ജാക്ക് ആൻഡ് ജില്ലിൻ്റെ ഏറ്റവും പുതിയ ശാഖ ഇപ്പോൾ സബാഹിയ ബ്ലോക്ക് 4-ൽ പ്രവർത്തനം ആരംഭിച്ചു. അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ ഏറ്റവും സന്തോഷകരവും മനോഹരവുമാക്കാൻ ഭവൻസ് ഒരുക്കിയിരിക്കുന്ന കുട്ടികളുടെ ആ അത്ഭുത കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. പ്രവാസി സമൂഹത്തിന് ഏറെ പരിചിതമായ ഭവൻസ് മിഡിൽ ഈസ്റ്റ് തങ്ങളുടെ പുതിയ സംരംഭമായ ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂളുകളിലൂടെ കുഞ്ഞുങ്ങൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുകയാണ്. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിൽ എന്നും മുന്നിട്ട് നിൽക്കുന്ന ഭവൻസിന്റെ ഏറ്റവും പുതിയ വാഗ്ദാനമാണ് ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂൾ. കൊച്ചുകുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ പ്രീ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സബാഹിയയിലെ ബ്ലോക്ക് നമ്പർ 4-ൽ ഈ പ്രീ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. negative feedback from the parents. So we'll have a good team and we'll have a good education system for your children. And we look after that. It's a promise from Bhavans and we'll do it. വെറുമൊരു പ്രീ സ്കൂൾ എന്നതിലുപരി കുട്ടികളുടെ സർഗാത്മകതയും മൂല്യബോധവും വളർത്തുന്ന ഒരിടമായാണ് ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂളിനെ ഭവൻസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടൊപ്പം തന്നെ സ്നേഹനിധികളായ അധ്യാപകരുടെ സാന്നിധ്യവും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഇവിടുത്തെ ക്ലാസ് മുറികൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. കുട്ടികൾക്ക് സ്വതന്ത്രമായി ഇടപഴകാനും പഠിക്കുവാനുമുള്ള സൗകര്യങ്ങളോടെ വിശാലവും പ്രകാശവുമുള്ള ക്ലാസ് മുറികളാണ് ഇവിടെയുള്ളത്. ഓരോ കുട്ടികളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് പഠനം സാധ്യമാക്കുന്ന എല്ലാ പഠന കേന്ദ്രങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പരിചയസമ്പന്നരും കുട്ടികളെ സ്നേഹത്തോടെ പരിപാലിക്കുന്നവരുമായ അധ്യാപകരാണ് ഭവൻസ് ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂളിൻ്റെ കരുത്ത്. കുട്ടികളിൽ ശക്തമായ സാംസ്കാരിക മൂല്യങ്ങൾ വളർത്തുന്നതിനും അവർക്ക് സുരക്ഷിതത്വവും പോഷണ സമൃദ്ധവുമായ ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിനും ഇവർ ശ്രദ്ധിക്കുന്നു. പഠനം കളികളിലൂടെയാകുമ്പോൾ അത് കൂടുതൽ ഫലപ്രദമാകും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കിയ വിശാലമായ ഔട്ട്ഡോർ കളിസ്ഥലവും ഭാവനകളെ ഉത്തേജിപ്പിക്കുന്ന ഇൻഡോർ പ്ലേ സോണും ഇവിടെയുണ്ട്. ഓരോ കുട്ടിക്കും തങ്ങളുടെ കഴിവുകളും പൂർണ്ണമായി വികസിപ്പിക്കുവാനും സന്തോഷത്തോടെ അറിവ് നേടാനും ഇവിടെ അവസരമൊരുക്കുന്നു. കുട്ടികളുടെ ആദ്യത്തെ പഠനാനുഭവം ഏറ്റവും മനോഹരവും പ്രചോദനം നൽകുന്നതുമായിരിക്കണം. ഭവൻസ് ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂളിൽ ഞങ്ങളത് ഉറപ്പാക്കുന്നതായി സൂപ്പർവൈസർ സജിനി പൃഥ്വിരാജ് പറഞ്ഞു. ഓരോ കുട്ടിയും ഇവിടെ നിന്നും ചിറകുകൾ വിരിയിച്ച് പറന്നുയരാൻ പ്രാപ്തരാകും. We started as a small institution with a dedicated group of teachers. Today it is an early learning center for trusted by many families in Ahmadi area. Today I am proud to inform you that we have moved to a spacious
campus in Sabahia. At Bhavans Jack Angel School, we believe in an activity-based experiential learning. Our mission is to build a strong educational foundation in a joyful, supportive and engaging environment. From pre-KG onwards, our children learn through play, exploration and vibrant hands-on activities that nurture their curiosity, creativity and confidence. Our school is a home to a talented and passionate team of educators who have earned the trust of our parents and community. Through regular parent interactions, teachers created a wonderful bond with students and parents. The new campus features larger classrooms, outdoor playgrounds and indoor play area, and a dedicated learning center where our children grasp new concepts through toys, games and interactive experiences. Each week, our learners enjoy theme-based activities, competitions and events designed to strengthen communication skills and boost their confidence. Every aspect of our program is carefully designed to prepare our children for the next stage of their primary education, equipping them with skills, values and enthusiasm they need to succeed. കുട്ടികളുടെ ഭാവിക്ക് മികച്ച അടിത്തറ നൽകാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് ഭവൻസ് ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂൾ ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും. സബാഹിയ മേഖലകളിലെ പ്രവാസി കുടുംബങ്ങൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ യാത്ര ആരംഭിക്കാൻ ഇതിലും മികച്ചൊരിടം വേറെ ഉണ്ടാകില്ല. സബാഹിയ ബ്ലോക്ക് 4 സ്ട്രീറ്റ് നമ്പർ 1 പുതിയ സ്കൂൾ സജ്ജമായിരിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മികച്ചൊരു നാളെ ഉറപ്പാക്കാൻ ഇന്ന് തന്നെ ഭവൻസ് ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂളുമായി ബന്ധപ്പെടാവുന്നതാണ്. അറിവിന്റെ ലോകത്തേക്ക് ആദ്യമായി ചുവടുവയ്ക്കുന്ന കുരുന്നുകൾക്ക് വെറുമൊരു സ്കൂൾ എന്നതിലുപരി സ്നേഹവും കരുതലും സർഗാത്മകതയും ഒത്തുചേരുന്ന ഒരു കൊച്ചു സ്വർഗമാണ് ഭവൻസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷിതമായ കൈകളിൽ തങ്ങളുടെ മക്കളുടെ ഭാവി ഭദ്രമാണെന്ന ഉറച്ച ബോധ്യം പ്രവാസി രക്ഷിതാക്കൾക്ക് നൽകാൻ സബാഹിയയിലെ ഈ പുതിയ ജാക്ക് ആൻഡ് ജിൽ പ്രീ സ്കൂളിന് കഴിയുമെന്നതിൽ സംശയമില്ല. കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ, അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ സബാഹിയ ബ്ലോക്ക് 4 ഇനി ജാക്ക് ആൻഡ് ജിൽ ഉണ്ടാകും. കുവൈറ്റ് ജനത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.